ഹായ് ഹലോ സീനി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുഡ് റെസിപ്പീസ് ആയിട്ടല്ല, ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ 1-2 ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നാമത് പെങ്ങളുടെ വീടിനൊരു കുറ്റിയടിയും, അത് കഴിഞ്ഞ് ഏട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേയുമായിരുന്നു കേട്ടോ. അപ്പോൾ 2 ഫംഗ്ഷനും കൂടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളിൽ സ്പോർട്സ് ഡേ ആയതുകൊണ്ട് തന്നെ അവരൊന്നും സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ വീട്ടിലെ പണികളൊക്കെ ഒതുക്കി ഒരു 10 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. 11:30-ക്കാണ് കുറ്റിയടിക്കൽ ചടങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് പെങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങി. വെള്ളിയാഴ്ചയാണ്, അപ്പം നല്ല മഴക്കാറുണ്ടായിരുന്നു. രാവിലെ മുതലേ മഴ ചെറുതായിട്ടൊക്കെ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ മാനന്തവാടി എത്തിയിട്ടുണ്ട്. മാനന്തവാടി തന്നെയാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. നാത്തൂന് മാനന്തവാടി എരുമത്തെരുവിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാനന്തവാടി ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ അവളുടെ വീട്ടിലേക്ക്. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങളെത്തിയതിന് ശേഷമാണ് കേട്ടോ കുറ്റിയടിക്കാനുള്ള തങ്ങളൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. തങ്ങൾ വന്നു, അവിടെ കുറ്റിയൊക്കെ അടിച്ചു. വീടിന് വേണ്ടിയിട്ട് അവരൊരു കാരവായലായിരുന്നു കേട്ടോ വീടിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു 11:30 കുറ്റിയടിക്കൽ ചടങ്ങൊക്കെ നടന്നു. അവർ 2 മരുമക്കളും പിന്നെ എൻ്റെ ഹസ്ബൻഡ്, അവരുടെ ഉപ്പ, അളിയൻ്റെ ഉപ്പ, ഇങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറ്റിയടിക്കലൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ പെങ്ങളുടെ വീട്ടിലേക്ക് പോയി കേട്ടോ. പെങ്ങളുടെ വീട്ടിൽ പോയി അവിടെ ഫുഡൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറ്റിയടിക്കുന്ന സ്ഥലത്തേക്ക് ചായയും പലഹാരവും മാത്രമായിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറ്റിയടിക്കൽ ചടങ്ങ് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടുന്ന് ചായയും പലഹാരമൊക്കെ കഴിച്ചു. അതിനുശേഷം പെങ്ങളുടെ വീട്ടിലേക്ക് പോയി അവിടുന്ന് ഉച്ചക്കുള്ള ഫുഡൊക്കെ അവിടെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തും കൂടെ പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മഴ ഉള്ള സമയത്ത് തന്നെ എൻ്റെ വാഷിംഗ് മെഷീൻ ഒന്ന് കേടായിട്ടോ. അപ്പോൾ അത് നന്നാക്കുന്ന പൈസേൻ്റെ നമുക്കൊന്ന് പുതിയത് എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഈ ഓണം സീസണൊക്കെ അല്ലേ, അപ്പോൾ ഓഫറൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെ ഞങ്ങളൊരു വാഷിംഗ് മെഷീൻ നോക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ പെങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. മാനന്തവാടി എരുമത്തെരുവിൽ നിന്ന് കല്യോട്ടുകുന്ന് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഉച്ച കഴിഞ്ഞ് മൈജിയിൽ വന്നു. മാനന്തവാടിയിൽ പുതിയ ഷോറൂമായിരുന്നു കേട്ടോ മൈജിയിൽ വന്നു. ഞങ്ങൾ അവിടുന്ന് വാഷിംഗ് മെഷീനൊക്കെ നോക്കി ഓർഡർ ചെയ്ത് തിരിച്ച് ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും അവിടെ ഹസ്ബൻഡിൻ്റെ ഏട്ടന് പുഴമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊള്ളിക്കണം, അല്ലെങ്കിൽ അത് ഗ്രില്ല് ചെയ്യണം എന്നും പറഞ്ഞിട്ട് അവർക്ക് ആർക്കും നന്നാക്കാൻ അറിയില്ല എന്നും പറഞ്ഞ് അത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും നാത്തൂനും ഹസ്ബൻഡിൻ്റെ ഏട്ടനും എല്ലാവരും കൂടെ ചേർന്ന് അതൊക്കെ വെട്ടി ക്ലീനാക്കി മസാലയൊക്കെ തേച്ചു കേട്ടോ. മസാലയൊക്കെ ഉണ്ടാക്കിയത് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ തന്നെയായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മസാലയൊക്കെ തേച്ച് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ നിന്നു കേട്ടോ. മോൻ്റെ ബർത്ത്ഡേ ആണ്, 10ാമത്തെ വയസ്സാണ് കേട്ടോ. അപ്പോൾ പൊന്നുവും ആദിയും ഒരു 2 മാസത്തെ വ്യത്യാസമുള്ളൂ കേട്ടോ അവരുടെ ബർത്ത്ഡേകൾ തമ്മിൽ. അപ്പോൾ മോന് ഇതൊക്കെ കട്ട് ചെയ്തു, കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവർക്കും തന്നു. ഞങ്ങൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. നല്ല സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ. അങ്ങനെ അവൻ്റെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ചു. കേക്ക് മുറിക്കലിന് ശേഷമാണ് ഞങ്ങൾ മീൻ ചൂടാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ. അപ്പം ഗ്രില്ലൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ചാർക്കോളൊക്കെ ഇട്ട് ഞാനും ഹസ്ബൻഡിൻ്റെ ഏട്ടനും കൂടെ അതൊക്കെ ഒന്ന് ചുട്ടെടുത്തു. അപ്പോഴേക്കും ഏട്ടൻ്റെ വൈഫും നാത്തൂനും നെയ്ച്ചോറും ചിക്കൻ കറിയും അവരതും ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അന്ന് അവിടെ നിന്നു. പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോരാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടോ. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട് വരയാൽ, തലപ്പുഴ കഴിഞ്ഞ് വരയാലിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴികൾ മൊത്തം തലപ്പുഴ അല്ല, എസ് വളവ് എന്ന് പറയുന്ന സ്ഥലം മുതൽ പിന്നെ മൊത്തം ചായത്തോട്ടമാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ആ വഴിയിലാണ് കോമാച്ചി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കോമാച്ചി പാർക്കിൽ ഞങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കോമാച്ചി പാർക്ക് കേട്ടോ. അപ്പോൾ അവിടെ പിന്നെ ഒരു ദിവസം പോകുമ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാവുന്ന കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് മാനന്തവാടിയിലേക്ക് വരുന്ന വഴിയാണ്. 2 സൈഡിലും തേയിലത്തോട്ടങ്ങളാണ്. വെട്ടി ഒതുക്കി കുറച്ച് സ്ഥലത്തൊക്കെ തേയില പഴയ ചെടികളൊക്കെ വെട്ടി മാറ്റി പുതിയ തളിര് വരാൻ വേണ്ടി വെട്ടി ഒതുക്കി കൊടുത്ത സ്ഥലങ്ങളുണ്ട് കേട്ടോ.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാനന്തവാടി എത്തി. കുറേ ദിവസമായിട്ടോ മോനും പൊന്നും പറയാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് പാട്ട് പാടാൻ മൈക്കും ബോക്സും വേണമെന്ന് പറയുന്നത് കുറേ ആയിരുന്നേ. അപ്പോൾ മാനന്തവാടി എത്തി ഹോട്ട്സ്പോട്ട് എന്നുള്ള മൊബൈൽ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ മൈക്കും ബോക്സും കൂടെ ഒന്ന് എടുത്തു. ഇതാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അതും ഫോണിൻ്റെ പൗച്ചൊക്കെ ഒന്ന് മാറ്റിയെടുത്തു. നല്ല സർവീസായിരുന്നു കേട്ടോ അവരുടേത്. അത്യാവശ്യം കസ്റ്റമേഴ്സും ഉണ്ട്, നല്ല സർവീസുമാണ്, നല്ല പെരുമാറ്റമാണ് കേട്ടോ കസ്റ്റമേഴ്സിനോട്. അവരുടെ സമീപനമൊക്കെ നല്ല രീതിയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി തിരിച്ചു വരുന്ന വഴി വീട്ടിലെത്തിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള തീരുമാനമായിരുന്നു കേട്ടോ രാത്രിയിലേക്ക്. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കാനൊന്നും നിൽക്കേണ്ട, നമുക്ക് വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ തോണിച്ചാലുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നു കേട്ടോ. അവിടുന്ന് റോയൽ സ്പൈസ് റെസ്റ്റോറൻ്റാണ്. അവിടുന്ന് ഞങ്ങൾ രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. 2 ദിവസത്തെ വ്ളോഗ് ഞാൻ ഒരു ദിവസമാക്കിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.